ഇത്തവണത്തെ റമദാൻ കുടുംബത്തോടൊപ്പമാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട കുടുംബത്തെ ചേർത്ത് വെക്കുന്ന റമദാൻ. റമദാനിന്റെ സാമൂഹികാംശങ്ങളെ മുഴുവൻ വിസ്മരിച്ച് കുടുംബത്തിനകത്ത് മറകെട്ടിയിരിക്കണമെന്നല്ല പറയുന്നത്. കുടുംബം കടലെടുത്തു പോകണമെന്ന് അധികാരവും ആധിപത്യവുമുള്ളവർ കരുതുന്ന കാലത്ത് അതിനായി വലിയ തോതിൽ ഫണ്ടുകൾ ഒഴുകുന്ന നമ്മുടെ ലോകത്ത് നമ്മുടെ കുടുംബത്തെ, നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ എണ്ണതുണകളെ റമദാനിനോട് ചേർത്ത് വെക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ പ്രതിരോധമാണ്. നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ തന്നെ പ്രിയപ്പെട്ട മക്കളെ ലിബറലിസത്തിന്റെ തരംകെട്ടതും ഹീനവുമായ ഏർപ്പാടുകളിലേക്ക് കെട്ടിവലിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു കെട്ടിവലിയലിനും ഞങ്ങൾ ഒരുക്കമല്ലെന്ന് ധീരമായിട്ട് നമ്മുടെ മക്കൾക്ക് പറയാൻ കരുത്തു നൽകുന്ന റമദാൻ ആകണം നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും റമദാൻ. അസ്സൗമുലി വ അന അജ്സി ബിഹി. നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത് എന്ന് നമ്മുടെ പ്രിയപ്പെട്ട റബ്ബ് നമ്മിലേക്ക് ചേർന്നു നിന്ന് പറയുമ്പോൾ ആ നാഥനിലേക്ക് നമ്മെ കുടുംബസമേതം ചേർത്ത് വെക്കുന്നതാകണം നമ്മുടെ റമദാൻ. കുടുംബത്തോടൊന്നിച്ചുള്ള റമദാൻ, നമ്മുടെ മക്കളോടൊന്നിച്ചുള്ള റമദാൻ. റമദാനിന്റെ എല്ലാ സന്തോഷങ്ങളും പകർന്നു നൽകുന്നതോടൊപ്പം റമദാനിന്റെ ഈമാനിനെ അവരിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. വിശ്വാസത്തെ അവരുടെ ഹൃദയങ്ങളിൽ കൊത്തിവെക്കണം. ഏത് പരീക്ഷണ പർവ്വത്തിന് മുമ്പിലും ലോകത്തെ വിസ്മയിപ്പിക്കും വിധം സംസാരിക്കുന്ന ഫലസ്തീനിലെ കുഞ്ഞുമക്കളെ കണ്ടില്ലേ? വിശ്വാസത്തിന്റെ ശക്തിയാണ്. വിശ്വാസത്തെ അല്ലെങ്കിൽ റമദാനിന്റെ ആത്മീയതയെ മുഴുവൻ നമസ്കാരമായും ഖിയാമുല്ലയിലായും ഖുർആൻ പാരായണമായും ആഘോഷമാക്കി മാറ്റിയ, അതിലൂടെ അവരിൽ നുരഞ്ഞു പൊന്തി വളർന്നു വന്ന വിശ്വാസത്തിന്റെ കരുത്ത് നമ്മളുടെയും നമ്മുടെ കുടുംബത്തിന്റെയും വിശ്വാസത്തെ, ഈമാനിനെ രാഗി മിനുക്കി മൂർച്ചയുള്ളതാക്കാൻ റമദാനിനോളം പറ്റിയ മറ്റൊരു സന്ദർഭവുമില്ല. അതുകൊണ്ട് ദിവസവും വിശുദ്ധ ഖുർആനിലെ ഒരായത്തെങ്കിലും ആശയസഹിതം പഠിക്കുവാൻ നമ്മുടെ കുടുംബത്തിലെ കുഞ്ഞുമക്കളെ ഉൾപ്പെടെ എല്ലാവരെയും തയ്യാറാക്കാൻ ഈ റമദാനിൽ നമുക്ക് സാധിക്കണം. ആഴ്ചയിൽ 1, 2, 3 പ്രാവശ്യം മാതാപിതാക്കളും മക്കളും പേരമക്കളുമൊക്കെ ഒരുമിച്ചിരുന്ന് റമദാനിനെ കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചും റബ്ബിനെ കുറിച്ചും റസൂലിനെ കുറിച്ചുമൊക്കെ സംസാരിക്കുന്ന ആത്മീയ ഇടങ്ങളായിട്ട് ഈ റമദാനിലെ നമ്മുടെ വീടകങ്ങൾ മാറണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.